ഓക്കെ, അപ്പോൾ നമ്മൾ +1 ഫിസിക്സിലെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്താണ് നമുക്ക് ആകെ ഇഷ്ടമായതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമല്ല, അതിൽ ഒരു ചാപ്റ്ററിൻ്റെ പേരാണ് വർക്ക് എനർജി പവർ. ഇതിൽ വരാൻ സാധ്യതയില്ല NCERT എന്താണ്, അയ്യോ കറണ്ടെല്ലാം പോയല്ലോ ഷോ എന്തെങ്കിലും എന്നാ പറയുക ചൂടെടുക്കുന്നത്. നമുക്കിതിൽ വരാൻ സാധ്യതയില്ല NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 117 എക്സാമ്പിൾ 6.3 ചെയ്യുക, അത് എക്സാമിന് വരും. പേജ് നമ്പർ 118 എക്സാമ്പിൾ 6.4. ഇത് ആക്ച്വലി ഈ പറഞ്ഞ എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ ചോദിച്ചിട്ടുണ്ട്, ഒരു മുൻപൊരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അത് ആക്ച്വലി ഇങ്ങനെയല്ല ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ആക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പേജ് നമ്പർ 124 എക്സാമ്പിൾ 6.8 ചെയ്യുക, അത് എക്സാമിന് വരും. അതേപോലെ പേജ് നമ്പർ 128 വളരെ ടിപ്പിക്കൽ എക്സാമ്പിൾ 6.11 ചെയ്യുക, എക്സാമിന് വരും. കഴിഞ്ഞാൽ അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമ്പിളായിട്ട് പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ വരാൻ സാധ്യതയിൽ NCERT ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം, പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ന്യൂമറിക്കൽസിലേക്ക് കടക്കാം. ഈ ഒരു ക്വസ്റ്റ്യന് NCERT എക്സാമ്പിളർ ക്വസ്റ്റ്യനാണ്. വൈ ഈസ് ഇലക്ട്രിക്കൽ പവർ റിക്വയർഡ് അറ്റ് ഓൾ ടൈംസ് വെൻ ദ എലവേറ്റർ ഇസ് ഡിസെൻഡിങ്. എലവേറ്റർ ഇങ്ങനെ താഴെ പോകുന്ന സമയത്ത് നമ്മൾ പവറിനെ കൊണ്ടാണ് അതിൻ്റെ കേബിൾ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ ആ കേബിൾ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നേരെ നമ്മൾ അങ്ങ് താഴെ എത്തിപ്പോൾ ഒറ്റയടിക്ക്. പക്ഷെ അത് മെല്ലെ നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ മുകളിൽ പോകുന്നുണ്ടോ താഴെ പോകുന്നുണ്ടോ. ലിഫ്റ്റിൽ കയറിയവൾക്ക് അറിയാം അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്. വൈ ഷുഡ് അതിൽ പറയുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ. പിന്നെ വൈ ഷുഡ് ദെയർ ബി എ ലിമിറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ലിഫ്റ്റിൽ 10 to മാക്സിമം 12 പാസഞ്ചേഴ്സ് വരെ, അല്ലെങ്കിൽ ഇത്ര kg മാക്സിമം അതിന് പറ്റുള്ളൂ പറഞ്ഞ അതിൽ ലിമിറ്റായിട്ട് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആൾക്കാരെ കുത്തി നിറയ്ക്കാൻ പറ്റാതെ എന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വെൻ ദ എലവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് ഈസ് ഡിസെൻഡിങ് ഇലക്ട്രിക്കൽ പവർ ഇസ് റിക്വയർഡ് ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ഫ്രീലി ഫോളിങ് അണ്ടർ ഗ്രാവിറ്റി. താഴേക്ക് വരുമ്പോൾ എന്തായാലും ഇത് ഗ്രാവിറ്റീനെ താഴോട്ടേക്ക് വലിക്കില്ല. അപ്പോൾ ആ ഒരു റെസിസ്റ്റീവ് പവറിനെ ഓപ്പോസ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആസ് ദ വെയിറ്റ് ഇൻസൈഡ് ദ എലവേറ്റർ ഇൻക്രീസസ് ഇറ്റ് സ്പീഡ് ഓഫ് ഡിസെൻഡിങ് ഇൻക്രീസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുറേ ആൾക്കാർ 10-20 ആൾക്കാരിൽ ഒരുമിച്ച് എലവേറ്റർ കയറ്റി കഴിഞ്ഞാൽ അവരെല്ലാം വെയിറ്റ് എല്ലാവരും വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്പീഡിൽ സാധനം വരും. അതുകൊണ്ടാണ് ഒരു ലിമിറ്റ് വേണമെന്ന് പറയുന്നത്. ദെയർഫോർ ദെയർ ഷുഡ് ബി എ ലിമിറ്റ് the number of passengers in the elevator to prevent the elevator from descending with large velocity. അപ്പോൾ സുഗമമായിട്ടുള്ള ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് അത് വളരെ കാമൻ കൂളായിട്ട് സാധനം ഇറങ്ങി വരണമെങ്കിൽ ഒരു ലിമിറ്റുമാണ്. ഇത്ര ആൾക്കാരെ ലിഫ്റ്റ് പറ്റുള്ളൂ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. എ ബോഡി ഫോൾസ് ടുവേർഡ്സ് എർത്ത് ഇൻ എയർ. എയർന്ന് നമ്മളെ എർത്തിലേക്ക് താഴേക്ക് സാധനം വീഴുന്നുണ്ട്. അപ്പോൾ വിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ബി കൺസേർവ്ഡ് ഡ്യൂറിങ് ഫ്രീ ഫോൾ. ഇതിന് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഉണ്ടാവോ ഇല്ലോ? നോ. Mechanical energy of the body falling freely under gravity is not conserved because a small part of its energy is utilized against the resistive force of air. അതായത് എയർ റെസിസ്റ്റൻസ് അവിടെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ബോഡി ഇതിപ്പോൾ ഇതാണ് നമ്മളെ അറ്റ്മോസ്ഫിയർ എങ്കിൽ ഒരു ബോഡി ഇങ്ങനെ നിലത്ത് പോകുമ്പോൾ ഇതിൻ്റെ കാരണം ഉണ്ടാകുന്നൊരു എയർ പ്രഷർ ഉണ്ട്. ആ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളെ കുറച്ച് എനർജി, അതായത് ഇയാൾക്ക് കിട്ടുന്ന ഒരു കൈനറ്റിക് എനർജിയിൽ കുറച്ചൊരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഈ എയർ റെസിസ്റ്റൻസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ല ഇനീഷ്യൽ എനർജിയിൽ ഫൈനൽ എനർജി എന്ന് പറയുന്ന ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അവിടെ പറയാൻ വേണ്ടി പറ്റില്ല. വിച്ച് ഇസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ നോൺ കൺസർവേറ്റീവ് ആയിട്ടില്ല ഈ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ്, റെസിസ്റ്റീവ് ഫോഴ്സ് ഇതെല്ലാം നോൺ കൺസർവേറ്റീവാണ്. ഇൻ ദിസ് കണ്ടീഷൻ ഗെയിൻ ഇൻ എനർജി ഇസ് ലെസ് ദാൻ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അതായത് കിട്ടിയ കൈനറ്റിക് എനർജിയും പക്ഷേ നമ്മളെ കുറച്ച് ഇതിന്ന് എനർജി എന്തായി പോയിട്ടുണ്ട്, ലോസ്റ്റ് ആയി പോയിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട്. അപ്പോൾ അതിനെക്കാട്ടും അങ്ങനെയല്ല ഈ കുറഞ്ഞു പോയ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറുന്നില്ല, ഗെയിൻ ആൻഡ് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നില്ല. നമ്മൾ പൊതുവെ അങ്ങനെയല്ലേ പറയും, ഇങ്ങനെ ബോഡീൻ്റെ താഴെ വരുന്തോറും mgh എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു കൊടുക്കും. അപ്പോൾ കൂടുതലും അത് ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി ഇസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അതിൽക്ക് സ്പീഡ് കാരണം കിട്ടുന്ന ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മളിപ്പം പറയും മെക്കാനിക്കൽ എനർജീൻ്റെ ലോ ഓഫ് കൺസർവേഷൻ പ്രകാരമാണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വന്നത് ആര് ഏറ്റെടുക്കും, അല്ല അതിന് ആര് കിട്ടും, അത് പ്രൊപ്പോർഷണലായിട്ട് തന്നെ കൈനറ്റിക് എനർജി കിട്ടും. പക്ഷേ ഇവിടെ ആ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി നോട്ട് കംപ്ലീറ്റ്ലി ഗെയിൻഡ് ഇൻ ആസ് കൈനറ്റിക് എനർജി, ദാറ്റ് ഇസ് ലെസ്. അപ്പോൾ ആക്ച്വലി ഇത് ഇത് ഈക്വൽ ടു വരുന്ന സമയത്താണ് നമ്മൾ പറയുക ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. പക്ഷേ ഇവിടെ ഈക്വൽ ടു അല്ല, ലെസ് ദാൻ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യൂല, ഇതാണ് ആ പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് ബോഡി ഈസ് നോട്ട് മെക്കാനിക്കൽ എനർജി ഈസ് നോട്ട് കൺസേർവ് ഡ്യൂറിങ് ദ ഫ്രീ ഫോൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബാക്കിയെല്ലാം ന്യൂമറിക്കൽസാണ്. ആകെ ഇനി ഒരു തിയറിക്ക് ക്വസ്റ്റ്യൻ മാത്രമല്ല, നമുക്ക് പരമാവധി ന്യൂമറിക്കൽസ് തന്നെ ചെയ്തിട്ട് ഈ പാടത്തിന് ചങ്ങലൊക്കെ ഇട്ട് പൂട്ടിക്കളയാം. എ പേഴ്സൺ ട്രൈങ് ടു ലൂസ് വെയിറ്റ്. ഓക്കെ, ചില ആൾക്കാർക്ക് ഉണ്ട് ഒരു ഗോൾ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ചങ്ങയ്ക്ക് ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാം ഉണ്ട്.
ലിവ്സ് എ 10 kg മാസ് 0.5 മീറ്റർ എന്താണ് മാസിന എന്താണ് ഈ പറഞ്ഞ 100 എന്ന് പറയുന്നത് 10 കിലോഗ്രാമിൽ ഒരു ഡമ്പലാന്ന് കൂട്ടിക്കോ നമ്മൾ, അതായത് 10 കിലോ ഇവിടെ 10 കിലോ ഇവിടെ ഒരു ഡമ്പലാന്ന് കൂട്ടിക്കോ, ഒരു പെയർ ഓഫ് ഡമ്പൽ. അപ്പോൾ എന്താണ് അയാൾ അതിന് 1000 പ്രാവശ്യം ഇങ്ങനെ എന്താണ് നമ്മൾ ഡമ്പൽസ് എങ്ങനെ ഉപയോഗിക്കുന്ന അറിയില്ല, ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് താഴെ വലിച്ച് അങ്ങനെ അയാൾ വെയിറ്റ് കാലറീസ് ബേൺ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അസ്യൂം ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ് ഈച്ച് ടൈം എന്താണ് ഷീ ലോവേഴ്സ് ദ മാസ് ഇസ് ഡിസിപ്പേറ്റഡ്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഒരു മിനിറ്റ് അസ്യൂം ദാറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ് ഈച്ച് ടൈം ഷീ ലോവേഴ്സ് ദ മാസ് ഇസ് ഡിസിപ്പേറ്റഡ്. ആ ചങ്ങായി എന്താണ് പൊട്ടൻഷ്യൽ, അതായത് ഈ ഒരു ഇതിനെ മുകളിലോട്ടേക്ക് വലിച്ച് എന്നിട്ട് താഴെ കൊണ്ടുവരുന്ന ഏരിയയിലെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ആ പറഞ്ഞത് ലോസ്റ്റ് ആയി പോകുന്നുണ്ട്. നിങ്ങൾ തൽക്കാലത്തേക്ക് അസ്യൂം ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വർക്ക് ഡസ് ഷീ ഡു അഗെയിൻസ്റ്റ് എ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്? എടോ ഇവിടെ നിലത്തിങ്ങനെ കിടക്കുന്ന എന്താണ് 10 കിലോ എന്നെല്ലാം പറയുമ്പോൾ 5 കിലോൻ്റെ വരെ ഞാൻ ഡംബൽസൊക്കെ ഒരു കാലത്ത് എടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഞാൻ എടുത്തിട്ടില്ല. നല്ല പണിയുണ്ട്, 5 കിലോന് തന്നെ നല്ല പണിയുള്ള സാധനമാണ് അത്. ഇത് എന്താ നല്ല കനമുണ്ട്, അതിനിങ്ങനെ പൊന്തിക്കണ്ടിക്കുക തന്നെ. ഒന്നാമത്തെ കാര്യം കൈക്ക് ഓൾറെഡി എന്തുണ്ടാണ് കുറച്ചൊരു ഒരു ഗ്രിപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പവർ ഉണ്ടാവണം കൈക്ക്. അന്നേരം ഇതിനെതിരെ, അതായത് ഈ ഗ്രാവിറ്റേഷൻ പുള്ളിനെതിരെ സാധനം മുകളിലോട്ടേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു വർക്ക് ഇടാനുണ്ട്. ആ വർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ മാസ് ഇത്ര തന്നിട്ടുണ്ട്, ഹൈറ്റ് ഇത്ര തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈക്വൽ ടു N × mgh. N എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടൈംസ് ദ മാസ് ഇസ് ലിഫ്റ്റഡ്. അപ്പോൾ ഇത് 1000 ഉണ്ട്. mgh എന്ന് പറയുമ്പോൾ എന്താ പൊട്ടൻഷ്യൽ എനർജി. കാരണം ഇതിങ്ങനെ വലിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ അവിടെ എന്താണ് അപ്ലൈ ആവുന്ന കോൺസെപ്റ്റ്. അപ്പോൾ 1000 × m എന്ന് പറയുമ്പോൾ 10 കിലോഗ്രാം, g 9.8, h 0.5. ഇത് ചെയ്യുന്ന സമയത്ത് 49,000 ജൂൾസ് അല്ലെങ്കിൽ എന്താ 49 കിലോ ജൂൾസ് ആയിരിക്കും അയാൾ ചെയ്യേണ്ടി ഒരു വർക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഫാറ്റ് സപ്ലൈസ് 3.8 × 10⁻⁷ ജൂൾ ഓഫ് എനർജി പെർ കിലോഗ്രാം വിച്ച് ഇസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി വിത്ത് എ 20% എഫിഷ്യൻസി റേറ്റ്. ഹൗ മച്ച് ഫാറ്റ് വിൽ ദ ഡയറ്റർ യൂസ് അപ്പ്? അതായത് ഇയാൾ ഫാറ്റ് കുറക്കലാണല്ലോ, ഇയാൾ തടി കുറക്കലാണല്ലോ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, അതായത് ഓരോ കിലോഗ്രാമിന് 3.8 × 10⁻⁷ ജൂൾസ് ഓഫ് ഫാറ്റ് ഇസ് ലോസ്റ്റ്. എത്ര എഫിഷ്യൻസിയിൽ? കംപ്ലീറ്റ് എഫിഷ്യൻസിയിൽ. അതായത് നമ്മൾ ചെയ്യുന്ന മൊത്തം എന്താണ് വർക്കൗട്ടും മറ്റേ എന്താണ് മൊത്തം വെയിറ്റ് ലോസ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മളെ മസിൽ ഗെയിൻ ആയിട്ട് ബിൽഡ് ചെയ്യപ്പെടുന്നില്ല എന്നാണ്. അതിൽ ചിലത് എന്താണ് ഒരു ഇത്ര % എഫിഷ്യൻസിയിൽ നടക്കുന്നുണ്ട്. അതാണ് 20% എഫിഷ്യൻസി റേറ്റിൽ. ഓക്കെ, അപ്പോൾ ഇയാൾ എത്ര വെയിറ്റ് നഷ്ടപ്പെടും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ റിയലി A+ ലെവൽ ക്വസ്റ്റ്യൻസ് എന്നെല്ലാം പറയുന്നത്. റിയൽ ലൈഫ് സിറ്റുവേഷനായി നമുക്ക് നോക്കാം. എനർജി സപ്ലൈഡ് ബൈ ഫാറ്റ് പെർ കിലോഗ്രാം ഈക്വൽ 3.8 × 10⁻⁷ ജൂൾസ്. ഇനി അടുത്ത മെക്കാനിക്കൽ എനർജി എത്രയാണ്? 20% ഓഫ് ടോട്ടൽ എനർജി. അപ്പോൾ ഇതിൻ്റെ ഈ 3.8 × 10⁻⁷ 20%. അപ്പോൾ എന്താ 20 / 100 × ഈ 3.8 × 10⁻⁷. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 0.76 × 10⁻⁷ ജൂൾ പെർ കിലോഗ്രാം കിട്ടും. മെക്കാനിക്കൽ എനർജീൻ്റെ വേറൊരു യൂണിറ്റ് അത്. ഫാറ്റ് യൂസ്ഡ് അപ്പ് ബൈ ദ ഡയറ്റർ ഇസ് ഈക്വൽ ടു എന്താ? അപ്പോൾ ഈ പറഞ്ഞ ഈ വർക്ക് ഡൺ നിന്ന് എന്ത് ചെയ്യുക? അപ്പോൾ ഫാറ്റ് ഇസ് ഈക്വൽ ടു ഫാറ്റ് യൂസ്ഡ് അപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ ഇയാൾ എത്രമാത്രം അതിന് വേണ്ടി ഫാറ്റ് ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫാറ്റ് ചിലവഴിക്കുന്ന പറയുമെന്ന് പറഞ്ഞാൽ നമ്മളെ ഫാറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുവാണ്. മീൻസ് ഇഫ് മോർ ആൻഡ് മോർ ഫാറ്റ് ഇസ് യൂസ്ഡ് ടു എന്താണ് പുൾ ദിസ് മറ്റേന്ന് പറയുക ഡംബൽ, അപ്പോൾ അത്രത്തോളം ഫാറ്റ് കുറയും. അപ്പോൾ അത്രത്തോളം ഫാറ്റ് യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്താ അത്രത്തോളം നമ്മൾ വെയിറ്റും കുറയും, നമ്മൾ അത്രത്തോളം ഷേപ്പിലാവുകയും ചെയ്യും. ആ ഫാറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞ മെക്കാനിക്കൽ എനർജി. അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ ഈ 49,000 ഡിവൈഡഡ് ബൈ 0.76 × 10⁻⁷ ചെയ്യുന്ന സമയത്ത് 6.45 × 10⁻³ കിലോഗ്രാമിലായിരിക്കും. കാരണം ഫാറ്റാണ്. അപ്പോൾ എന്താ എത്ര മാസമായിരിക്കും കിലോഗ്രാമിലായിരിക്കും ഫൈനൽ ആൻസർ കിട്ടുക. ഇങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എന്തോ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. ട്രോളി അറിയാലോ, ഞാൻ നമ്മളെ സൂപ്പർ മാർക്കറ്റിലെല്ലാം പോകുമ്പോൾ നമ്മൾ ട്രോളി നിറഞ്ഞ സാധനം ഉപയോഗിക്കലുണ്ട്. ഇതിന് 4 വീലും ഉണ്ടാവും. നല്ല അടിപൊളി സാധനം ഇത്. ചെറുപ്പത്തിലെല്ലാം ഞാൻ എന്താണ് ഈ സൂപ്പർ മാർക്കറ്റിലെല്ലാം പോകുമ്പോൾ ഈ ട്രോളിയിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ പറ്റി ഇങ്ങനെ ഒരു സീറ്റ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ ഇവിടെ ഓരോ ഷെൽഫ് ഉണ്ടാവും. മറ്റേ എന്താ പറയുക നമ്മളെ ഇവിടെ ചോക്കോസ്, ഇവിടെ മറ്റേ ഡയറി മിൽക്ക്, ഇപ്പുറത്തെ സൈഡിൽ വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റ്, ഓറിയോ അങ്ങനെ ഓരോന്നുണ്ട്. ഞാനിത് ഇങ്ങനെ ട്രോളി എന്താണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ പറയുന്ന ഓറിയോ ഒരു പാക്കറ്റ്, എന്താണ് ചോക്കോസിൻ്റെ 2 പാക്കറ്റ്, പിന്നെ മറ്റേ നമ്മളെ ഡയറി മിൽക്ക് ഒരു 5 പാക്കറ്റ്. ചെറുപ്പത്തിൽ ഭയങ്കര രസമില്ല പരിപാടിയാണോ. പിന്നെ എന്താ അതിൻ്റെ ബില്ല് ഞാനല്ല കൊടുക്കുന്നത്, എന്താണ് വേറെ പാരൻസാണ് കൊടുക്കുന്നത്. പക്ഷേ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ആ ട്രോളിനെ പറ്റിയിട്ട് ചർച്ച. എ ട്രോളി ഓഫ് മാസ് 300 കിലോഗ്രാം ക്യാരിങ് എ സാൻഡ് ബാഗ്. അപ്പോൾ ഇതിൽ ചോക്കോസും മറ്റേ ഡയറി മിൽക്കും കോൺഫ്ലെക്സും ഒന്നല്ല വെച്ചത്. ഇതിലെന്തോരം എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ചാക്ക് വെച്ചിട്ടുണ്ട്. അതിൽ എന്തുണ്ട്, പൂഴിയുണ്ട്. സാൻഡ് ബാഗ് ഓഫ് 25 കിലോഗ്രാം ഇസ് മൂവിങ് സ്റ്റഡിലി അറ്റ് സ്പീഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 27 km/h ആണ് ഫ്രിക്ഷൻലെസ് ട്രാക്ക്.
അതായത് ഈ ട്രാക്ക് ഓടുന്ന ട്രാക്കിൽ സ്ലിപ്പറി ട്രാക്ക്, അപ്പോൾ അതിലെന്തില്ല ഫ്രിക്ഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല, അപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, സ്മൂത്ത് ട്രാക്കാണ്. അതേപോലെ ആഫ്റ്റർ എ വൈൽ സാൻഡ് സ്റ്റാർട്ട്സ്, അതായത് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഏതോ ഒരു കുരുത്തക്കേടില്ലെങ്കിൽ ഈ പറഞ്ഞ സഞ്ചിയിൽ ചെറിയൊരു തോട്ട ഉണ്ടാക്കി, എന്തെങ്കിലും മറ്റേന്ന് പറയേണ്ടത് ഒരു പിന്നാറ്റം വെച്ചിട്ട് ഒരു തോട്ട ഉണ്ടാക്കി. അപ്പോൾ എന്ത് സംഭവിക്കും, പൂഴിയാകുമ്പോൾ ഓബ്വിയസ്ലി കുറച്ച് എന്താണ് പൂഴി ഇങ്ങനെ നിലത്ത് മാറിയാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ എന്താ, സാൻഡ് സ്റ്റാർട്ട്സ് ലീക്കിംഗ് ഔട്ട് ഫ്രം ദ ഹോൾ അറ്റ് എ റേറ്റ് ഓഫ് 0.05 കിലോഗ്രാം പെർ സെക്കൻഡ്. അതായത് ഓരോ സെക്കൻഡിലും എന്തുണ്ട്, 1 സെക്കൻഡിൽ എത്ര കിലോഗ്രാം കുറഞ്ഞു വരുന്നത്, 0.05 കിലോഗ്രാം. അപ്പോൾ അത് ആക്ച്വലി എന്താണ് ഒരു 5 ഗ്രാം എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 0.5 ഗ്രാം ആറ്റം ഇത്രയും തോന്നുന്നത്. അതായത് ഇതിങ്ങനെ ചെയ്യാം, 0.05 ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ എന്താ 1 0 2 0 50 ഗ്രാമാണ്. 50 ഗ്രാം ആറ്റം സാൻഡ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രോളി ആഫ്റ്റർ ദ എൻറ്റയർ സാൻഡ് മാസ് ഇസ് എംപ്റ്റി. അതായത് ഇതിപ്പോൾ ഇത്ര വെയിറ്റ് ഇല്ലോണ്ടാണ് അതിന് എത്ര ഒരു സ്പീഡ് പരിധി പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറയും തോറും ലാസ്റ്റ് എന്ത് സംഭവിച്ചു, ഇതിൽ പൂഴി മൊത്തം പോയി, ഇത് ബാഗ് മൊത്തം എംപ്റ്റി. അന്നേരം നമ്മൾ ഈ പറഞ്ഞ ട്രോളി കിട്ടുന്നത്, അപ്പോൾ ഇത് എന്തായാലും ഇതിൻ്റെ വെയിറ്റ് കുറയുന്ന ഇത് ട്രോളിൻ്റെ പെട്ടെന്ന് സ്പീഡ് കൂടുതൽ നമുക്ക് ഇവിടെ എന്താ പറയേണ്ടത്, ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് നീക്കുന്നതിനെക്കാട്ടും ലൈറ്റർ ആയിട്ടുള്ള സാധനത്തിനെല്ലാം പെട്ടെന്ന് നീക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്തായാലും ഓബ്വിയസ്ലി കൂടും. 27 എത്ര കൂടുന്നില്ല, അതാ ചോദ്യം, എത്ര സ്പീഡിലേക്ക് എത്തും നോക്കാം. ദ ട്രോളി ക്യാരിങ് എ സാൻഡ് ബാഗ്സ് ഇസ് മൂവിങ് യൂണിഫോംലി വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ യൂണിഫോം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. ദെയർഫോർ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഇസ് 0. ഈ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ ഫോഴ്സ് എക്സ്റ്റേണൽ ഈക്വൽ 0. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല, 0 ആണ്. ഇൻറ്റേർണൽ ഫോഴ്സ് മാത്രം ഇവിടെ ആക്ട് ചെയ്യുന്നത്. ദ വെയിറ്റ് ഓഫ് ദ ട്രോളി ക്യാരിങ് എ സാൻഡ് ബാഗ്സ് ഇസ് ബാലൻസ് ബൈ ദ നോർമൽ റിയാക്ഷൻ ഓഫ് ദ ഫ്ലോർ. അതായത് നമ്മളിപ്പോൾ ട്രോളിയിൽ ബാഗ് ഇങ്ങനെ കുത്തനെ വെച്ചിട്ടുള്ളത്, ഇയാൾ താഴേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലോർ എന്ത് ചെയ്യും, മുകളിലോട്ടേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഇതിനെ തമ്മിൽ ബാലൻസ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് മറ്റേ ഇങ്ങനെ താഴെ പോയിട്ട് എന്താ പറയുക, അങ്ങ് ഭൂമിൻ്റെ അടിയിൽ എത്തിപ്പോകണില്ല. പക്ഷേ എന്താ അതിനവിടെ കറക്റ്റ് ബാലൻസിൽ നിർത്തുന്നത് എന്താ, ഇത് നമ്മൾ പറയല്ലോ മറ്റേ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഇൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഈ നോർമൽ ഫോഴ്സ്, ഈ ഫ്ലോർ കൊടുക്കുന്നത്. ക്യാരിങ് എ സാൻഡ് ബാഗ്സ് ഇസ് ബാലൻസ് ബൈ നോർമൽ റിയാക്ഷൻ ഓഫ് ദ ഫ്ലോർ. വെൻ സാൻഡ് സ്റ്റാർട്ട്സ് ലീക്കിംഗ് ഔട്ട് ഓഫ് എ ഹോൾ ഇൻ ദ ട്രോളി സ്പീഡ് ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ എനി എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദ ട്രോളി ആൻഡ് ദെയർഫോർ സ്പീഡ് ഓഫ് ദ ട്രോളി ഡസ് നോട്ട് ചേഞ്ച്. ഈ സാൻഡ് പുറത്ത് ആ ഒരു ഹോളിൽ കൂടെ പോകുന്ന സമയത്തൊന്നും എന്ത് സംഭവിക്കുന്നില്ല, അത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ട്രോളീൻ്റെ മുകളിൽ കൊടുക്കുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി വരുന്നത്. പക്ഷേ അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒന്നുമില്ല. അപ്പോൾ എന്താ, സ്പീഡ് ഓഫ് ദ ട്രോളി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതും മാറുന്നില്ല. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം, നമുക്കിനി പാർട്ട് 2 ഇതുപോലത്തെ എന്താണ് ക്ലിഞ്ചൻ ചോദ്യങ്ങളുണ്ട്. എന്താണ് ഡിസിപ്പേറ്റഡ് 5% ഓഫ് ഇനീഷ്യൽ എനർജി എന്നെല്ലാം പറയുന്നത് നല്ല കിണ്ണം കാച്ചി ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്കിനി അടുത്തതിൽ കാണാം.